ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഗൈസ്, നമുക്ക് എല്ലാവർക്കും കാറുകൾ വളരെയധികം ഇഷ്ടമാണ്. സോ ഓരോ രാജ്യത്തിനും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാർ ബ്രാൻഡുകൾ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ വളരെയധികം ഫേമസ് ആണ് ജർമ്മൻ കാർ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് അവർക്ക് ധാരാളം ഫാൻ ബേസ് തന്നെയുണ്ട്. എന്നാൽ ധാരാളം പേര് പറയുന്നത് ജർമ്മൻ കാർസ് റിലയബിൾ ആണ്, എന്നാൽ ധാരാളം പേര് പറയുന്നത് ജർമ്മൻ കാർസ് റിലയബിൾ അല്ല. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതിന്റെ ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് ജർമ്മൻ കാർസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ട് മേക്സ് ജർമ്മൻ കാർസ് സോ സ്പെഷ്യൽ? എന്താണ് ജർമ്മൻ കാർസിനെ ഇത്രയധികം ഫാൻ ബേസ് നേടിക്കൊടുക്കുന്നത്? സോ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രിസിഷൻ ആണ്. അതായത് ഒരു ജർമ്മൻ കാറിൻ്റെ ഓരോ പാർട്സും വളരെയധികം സമയം എടുത്തിട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. വളരെയധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് ബിൽഡ് ചെയ്യുന്ന പാർട്സാണ്. സോ അതുകൊണ്ട് തന്നെ അവർ പ്രോപ്പറായിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ടൈം എടുത്ത് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വളരെ പ്രോപ്പറായിരിക്കും. ഒരു ചെറിയ എറേഴ്സോ വേരിയേഷൻസോ വന്നാൽ തന്നെ അവരത് റെക്ടിഫൈ ചെയ്തിരിക്കും. സോ അത് ജർമ്മൻ കാർസിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്. രണ്ടാമത്തത്, ഭൂരിഭാഗം ജർമ്മൻ കാർസും വളരെയധികം റിലയബിളും അതുപോലെ വളരെയധികം ലക്ഷൂറിയസും വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ധാരാളം ഫീച്ചേഴ്സും ധാരാളം ടെക്നോളജിയും യൂസ് ചെയ്യുന്ന കാർസാണ്. അത് മാത്രമല്ല ധാരാളം ലക്ഷറിയസ് ആയില്ല. മെഴ്സിഡീസ് ബെൻസ് അവരുടെ ലക്ഷറിയിലാണ് അറിയപ്പെടുന്നത്, ജർമ്മൻ കാറാണ്. അതുപോലെ BMW ഒരു ജർമ്മൻ കാറാണ്, അവരുടെ പവർ ആൻഡ് പെർഫോമൻസിലാണ് അറിയപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം ഔഡി അതും ഒരു ജർമ്മൻ കാറാണ്, അവരുടെ ക്വാർട്ടർ ഓൾവേസ് സിസ്റ്റം അവരുടെ എഞ്ചിനീയറിംഗ് എക്സലൻസിലാണ് അറിയപ്പെടുന്നത്. പോർഷെ അതൊരു എഞ്ചിനീയറിംഗ് എക്സലൻസ് ആണ്, ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് പോർഷെ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം VW ധാരാളം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവറും പെർഫോമൻസും ഫോക്കസ് ചെയ്യുന്ന കാറാണ്. സോ ഓരോ ജർമ്മൻ കാർ ബ്രാൻഡുകളും അവരുടെ പവർ, ലക്ഷറി, പെർഫോമൻസ് ഇത് പല ഫാക്ടേഴ്സിൽ വളരെയധികം അറിയപ്പെടുന്ന കാർ ബ്രാൻഡ്സ് ആണ്. ഗൈസ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇതുപോലെ വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ള വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെയധികം എഞ്ചിനീയറിംഗ് എക്സലൻസ് ഉള്ള നല്ല പവർ ആൻഡ് പെർഫോമൻസ് തരാൻ പറ്റുന്ന ഒരു കാർ നിങ്ങൾ ഓൺ ചെയ്യുന്നത് ശരിക്കും അതൊരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ ജർമ്മൻ കാർസ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം തന്നെ അതിൽ വരുന്നത് ഇവരുടെ ഈ ജർമ്മൻ കാർ ബ്രാൻഡ്സിൻ്റെ പാർട്സ് വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ജർമ്മൻ കാർ ബ്രാൻഡ്സ് ഒക്കെ ഈ ജർമ്മൻ കാർസിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സും ബിൽഡ് ചെയ്യുന്നത് ജർമ്മനിയിൽ അവരുടെ സ്വന്തം ഫാക്ടറിയിലാണ്. മീൻസ് ക്വാളിറ്റി ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അത് അവിടെ മാനുഫാക്ചർ ചെയ്ത് അതിന് തന്നെ ഓൾറെഡി നല്ലൊരു കോസ്റ്റ് ഉണ്ടാവും. സോ അത് മാനുഫാക്ചർ ചെയ്ത് അത് തിരിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് കൂടും, ബിക്കോസ് ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ അതാണ് അവരുടെ പാർട്സിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്സിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ജർമ്മൻ കാർസും വളരെയധികം സർവീസ് കോസ്റ്റ് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. കമ്പയറിംഗ് വിത്ത് കൊറിയൻസ് ആൻഡ് ജാപ്പനീസ് കാർ ബ്രാൻഡ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഈ ജർമ്മൻ കാർസ് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റേതായ ടൂൾസും എക്സ്പെർട്ടീസും ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ജനറലി അവർക്ക് ധാരാളം സർവീസ് കോസ്റ്റുകളുണ്ട്, ബിക്കോസ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് ആണ് ഇവരുടെ കാർസ് എന്ന് പറയുന്നത്. സോ ധാരാളം ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കാർ ബ്രാൻഡ്സ് ആണ് ജർമ്മൻ കാർ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. ധാരാളം ടെക്നോളജി, ധാരാളം ഫീച്ചേഴ്സ് ഉള്ള നല്ല രീതിയിൽ ലക്ഷറിയസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി, കോംപ്ലക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഉള്ള കാർസാണ് മെയിൻലി ജർമ്മൻ കാർസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മീൻസ് ഇലക്ട്രോണിക് പ്രോബ്ലംസ് വരാനുള്ള ഒരു ചാൻസും അവരുടെ കാർസിനുണ്ട്, ബിക്കോസ് ധാരാളം ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ടെക് ഫെയിലിയർ ആ കാറിന് സംടൈംസ് വരാം. ജനറലി സെയിങ് ഈ ഇന്ത്യൻ റോഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിന് ജർമ്മൻ കാർസ് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ബിക്കോസ് അവർ ആ ഒരു യൂറോപ്പിലുള്ള ടെമ്പറേച്ചറിന് വേണ്ടി ബിൽഡ് ചെയ്ത, യൂറോപ്പിലുള്ള റോഡ്സിന് വേണ്ടി, പ്ലെയിൻ ആയിട്ടുള്ള യൂറോപ്യൻ റോഡ്സിന് വേണ്ടി ബിൽഡ് ചെയ്ത കാർസാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഓരോ കണ്ടീഷൻസിനനുസരിച്ച് റോഡ് വേരി ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ റോഡ്സിന് പറ്റിയിട്ടുള്ള മെയിൻലി കാർസ് അല്ല ഈ ജർമ്മൻ കാർസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സീവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഉള്ള കാർസാണ് ജർമ്മൻ കാർസ് എന്ന് പറയുന്നത്. ധാരാളം ടെക്നോളജി യൂസ് ചെയ്യുന്ന കാർസാണ്. നമുക്കറിയാം ടച്ച് സ്ക്രീൻസ്, ഡിജിറ്റൽ ആയിട്ടുള്ള ടച്ച് സ്ക്രീൻസ്, AI സിസ്റ്റം, ADAS പോലെയുള്ള ധാരാളം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാർസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ടെക് ഫെയിലിയർ വരുവാണെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള നോർമൽ ആയിട്ടുള്ള മെക്കാനിക്സിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റേതായ ടൂൾസ് ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്, അതിൻ്റേതായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്സ് വേണം. അതിപ്പോൾ ഇന്ത്യയിൽ വളരെയധികം കുറവാണ്. ആൻഡ് ഇന്ത്യയിലെ ആൾക്കാരെ ആ ഒരു ലെവലിലോട്ട് ചെയ്യാൻ, മീൻസ് ആ ഒരു ലെവലിലോട്ട് എക്സ്പീരിയൻസ്ഡ് ആക്കാൻ വേണ്ടി ധാരാളം കോസ്റ്റ് ചിലവാകും. സോ അതുകൊണ്ട് തന്നെ that lead to the high service cost. ഗൈസ്, പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വലിയ ശതമാനം ജനങ്ങൾ പറയുന്നുണ്ട് ജർമ്മൻ കാർസ് ശരിക്കും റിലയബിൾ ആണെന്നുള്ളത്.
അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നത്. അതായത് ഒരു ജർമ്മൻ കാർ ശരിക്കും റിലയബിൾ ആണ് ഇഫ് യു ആർ പ്രോപ്പർലി മെയിൻറ്റെയിൻ. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ജർമ്മൻ കാർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ കുട്ടിയെ വളർത്തുന്നത് പോലെ നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ, അതായത് ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും നിങ്ങൾ പെട്ടെന്ന് അതിന് ക്യൂർ ചെയ്യുവാണെങ്കിൽ, പെട്ടെന്ന് അത് സർവീസ് ചെയ്ത് മാറ്റുവാണെങ്കിൽ, അത് ജർമ്മൻ കാർ ബ്രാൻഡ്സ് നിങ്ങൾ അതായത് ലാസ്റ്റ് അല്ല, അതായത് കുറേ കാലം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ജർമ്മൻ കാർ ബ്രാൻഡ്സ് സോളിഡ് ആയിട്ടുള്ള ബിൽഡാണ്. കാരണം അവരുടെ ബോഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻറ്റീരിയർ ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അവരുടെ വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള പാർട്സ് വെച്ചിട്ടായിരിക്കും അവരുടെ എൻജിൻസ് ആണെങ്കിലും അവരുടെ ബോഡി ആണെങ്കിലും എല്ലാം വളരെയധികം സ്ട്രോങ് ആയിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള പാർട്സ് വെച്ച് ബിൽഡ് ചെയ്യുന്ന കാർസ് ആയിരിക്കും. പിന്നെയുള്ളത് ഈ ഗ്ലോബൽ എൻക്യാപ്പ്, യൂറോ എൻക്യാപ്പ്, ഓസ്ട്രേലിയൻ, അമേരിക്കൻ എൻക്യാപ്പ് പോലുള്ള സേഫ്റ്റി റേറ്റിംഗ്സിൽ മിക്ക ജർമ്മൻ കാർ ബ്രാൻഡ്സും 5 സ്റ്റാർ അല്ലെ അതിന് മുകളിലും തന്നെ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ജർമ്മൻ കാർ ബ്രാൻഡ്സ് മെയിൻലി അവരുടെ തന്നെ ഒരു അവരുടെ തന്നെ ഒരു സേഫ്റ്റി സിസ്റ്റംസ് ഉണ്ടാവും, അവരുടെ തന്നെ ടെറൈൻസ് ഉണ്ടാവും. ആ ടെറൈൻസിൽ ഓടിച്ചിട്ട് അവർക്ക് ദേ വാണ്ട് ടു എൻഷുർ ദാറ്റ് അവരുടെ കാർസ് സേഫ് ആണെന്നുള്ളത് ആ കമ്പനി തന്നെ എൻഷുർ ചെയ്യണം അവർ, റാദർ ദാൻ ഈ യൂറോപ്യൻ അതുപോലെ ഗ്ലോബൽ എൻക്യാപ്പ് പോലെയുള്ള കാർ സേഫ്റ്റി ടെസ്റ്റ് പരിപാടികളിൽ. പിന്നെയെന്ന് പറയുന്നത് യൂറോപ്യൻ റോഡ്സിന് പറ്റിയ കാർസ് ആയതുകൊണ്ട് തന്നെ ഈ ലോങ് ഹൈവേസിൽ, ഇന്ത്യയിലുള്ള ലോങ് ഹൈവേസിൽ ഒരു മികച്ച പ്രകടനം തന്നെ ഈ കാർ ബ്രാൻഡ്സ് കാഴ്ചവെക്കുമെന്നുള്ളതാണ്. സോ ഗൈസ്, ഇതാണ് ഒരു നോർമൽ ഒരു ജർമ്മൻ കാറിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. സോ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് ഏത് കാറ് വാങ്ങിക്കണം? സോ നിങ്ങൾക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു പവർ ആൻഡ് പെർഫോമൻസ് ഉള്ള ഒരു കാറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ദ ജർമ്മൻ കാർ. അത് പക്കയാണ്. പക്ഷേ അതിൽ ഒരു കാര്യം മാത്രമുണ്ട്, നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറായിരിക്കണം. മീൻസ് അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ പോലും നിങ്ങൾ അതിനെ സർവീസ് ചെയ്ത് പക്കയാക്കാൻ നിങ്ങൾ പക്കയാക്കുവാണെങ്കിൽ, അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ജർമ്മൻ കാർസ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ധാരാളം ക്യാഷ് ചിലവാക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല മൈലേജ് തരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള ജാപ്പനീസ് കാർ ബ്രാൻഡ്സോ അല്ലെങ്കിൽ അതല്ല കൊറിയൻ കാർ ബ്രാൻഡ്സോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മച്ചന്മാരെ അടിച്ച് പൊട്ടിക്കാൻ എല്ലാവരും കയറി വാ. നമുക്കൊരു ബിഗ്